പ്രാർത്ഥനാ കൺവെൻഷനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇടുക്കി രാജാക്കാട്ടെ 14-കാരന് ഇപ്പോൾ ഭയമാണ്. 6 മാസം മുൻപ് മാതാപിതാക്കൾക്കൊപ്പം പെന്തക്കോസ്ത് സഭയുടെ കൺവെൻഷന് പോയതാണവൻ. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പങ്കെടുത്ത പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ പാസ്റ്റർ പ്രാർത്ഥിക്കാനായി ഒരു മുറിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് പാസ്റ്റർ സെബാസ്റ്റ്യൻ ഉപദ്രവിച്ചെന്നാണ് പരാതി. കേസിൽ ദിണ്ടിഗൽ സ്വദേശി സെബാസ്റ്റ്യനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ കൌൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. കഴിഞ്ഞ ഏപ്രിലിൽ മൂന്നാറിൽ വെച്ച് വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പ്രാർത്ഥനാ കൺവെൻഷൻ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥനായോഗം നടത്തിയത്. വൈകുന്നേരം വരെ നീണ്ടുനിന്ന പ്രാർത്ഥനകളിൽ കുട്ടികളാണ് ഏറെയും പങ്കെടുത്തത്. ഇവിടെ വെച്ച് രാജാക്കാട് സ്വദേശിയായ 14-കാരനെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു. ഇതോടെ ഭയന്നുപോയ കുട്ടിയെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കൌൺസിലിംഗിന് വിധേയമാക്കി. തുടർന്നാണ് സംഭവം പുറത്തായത്. 6 മാസക്കാലമായി എന്തിനേയും ഭയത്തോടെയാണ് കുട്ടി കണ്ടിരുന്നത്. അന്നുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് 14-കാരൻ വിവരിച്ചു. പിന്നീട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പാസ്റ്റർ സെബാസ്റ്റ്യനെ തൂത്തുക്കുടിയിൽ നിന്നും പിടികൂടി. ദേവികുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ സമാനമായ മറ്റു പരാതികളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ.